ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏത് ബ്രാൻഡിൻ്റെ ഷൂ വാങ്ങിച്ചാലും നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു വല്ലാണ്ട് സ്മെല്ല് വരാറുണ്ട്. ഇത് നമ്മൾ പബ്ലിക് പ്ലേസിലൊക്കെ ഊരി വെക്കുന്ന ടൈമിൽ ഇത് നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ സോക്സിൻ്റെ പെയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പോലൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ഇതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അതുമാത്രം പോരാ, ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് നമ്മുടെ ഷൂസിനുള്ളിലെ സ്മെല്ല് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ്. അതിനായിട്ട് ഇതേ നമുക്ക് ഈ ബേക്കിംഗ് സോഡ മാത്രം മതി. നമുക്കറിയാം ബേക്കിംഗ് സോഡയ്ക്ക് പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ ബേക്കിംഗ് സോഡ ചീത്ത സ്മെല്ലുകളെല്ലാം തന്നെ വലിച്ചെടുത്തുകൊള്ളും. ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പീസ് ന്യൂസ് പേപ്പറിനുള്ളിലോ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ പൊതിഞ്ഞിട്ട് നമ്മൾ ഷൂസിനുള്ളിൽ വെക്കുകയാണെന്നെങ്കിൽ ഒരു രാത്രി മൊത്തം നമ്മൾ അതുപോലെ വെക്കണം. പിറ്റേന്ന് രാവിലെ നമ്മൾ ഷൂസ് ഉപയോഗിക്കുന്ന ടൈമിൽ ആ ഒരു പൊതിയെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് സാധാരണ പോലെ ഷൂസ് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഷൂസിനുള്ളിലെ ചീത്ത സ്മെല്ലുകളൊക്കെ മാറിക്കൊള്ളും. നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു സ്മെല്ലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ഈ ഒരു പൊതി വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു പൊതി നമുക്ക് ഉപയോഗിച്ചിട്ട് ഷൂസിനുള്ളിലെ ഈ ഒരു ബാഡ് സ്മെല്ല് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോലെ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സും അറിയിക്കുമല്ലോ. അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ? നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ലെതറിൻ്റെ ഷൂസും ബെൽറ്റും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇത് നല്ലതുപോലെ പോളിഷ് ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു തിളക്കത്തോടും പുതുമയോടും കൂടി നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു ടിപ്പ് കണ്ടു നോക്കൂ. ഇനി നമുക്ക് പോളിഷ് ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ ലെതറിൻ്റെ ഷൂസൊക്കെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഇതുപോലെ കുറച്ച് തണുത്ത പാല് മാത്രം മതി. ഈ പാല് നമുക്ക് ഒരു കോട്ടൻ്റെ തുണിയിൽ ഇതുപോലൊന്ന് മുക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണം. അതിനുശേഷം നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പോളിഷ് ചെയ്തെടുത്തതുപോലെ തന്നെ നമ്മുടെ ലെതറിൻ്റെ ഷൂസൊക്കെ നല്ല തിളക്കത്തോടെ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു ടിപ്പ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് കൂടി പറയുമല്ലോ. തീർച്ചയായും ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. പോളിഷ് എടുക്കാനൊക്കെ മറക്കുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് തണുത്ത പാൽ ഉപയോഗിച്ചിട്ട് ലെതറിൻ്റെ ഷൂസൊക്കെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലെ നമ്മൾ തണുത്ത പാൽ ഉപയോഗിച്ചിട്ട് ലെതറിൻ്റെ ഷൂ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിനുള്ളിൽ എറുമ്പിൻ്റെയൊക്കെ ശല്യം വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതുപോലെ ഒരു തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ പോളിഷ് ചെയ്തെടുത്ത പോലെ തന്നെ നമ്മുടെ ഷൂവിന് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ഷൂസിൻ്റെ അടിഭാഗം പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിച്ചിട്ട് ആ ഒരു കളറൊക്കെ മങ്ങിപ്പോകാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോഴേക്കും ചെളിയൊക്കെ പറ്റി പിന്നെ അത് എത്ര കഴുകിയാലും ആ ഒരു പഴയ കളർ നമുക്ക് തിരിച്ചു കിട്ടാറില്ല. വെള്ള കളറിലെ ഷൂസ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈറ്റ് കോൾഗേറ്റ് മാത്രം മതി. ഇതിനായിട്ട് നമ്മൾ കളറുള്ള പേസ്റ്റുകളൊന്നും തന്നെ ഉപയോഗിക്കരുത്. വൈറ്റ് കളറിലുള്ള കോൾഗേറ്റ് തന്നെ ഉപയോഗിക്കണം കേട്ടോ. അത് കുറച്ച് ഇതുപോലെ ഒരു ബ്രഷിൽ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ഷൂസിൽ അഴുക്ക് പറ്റിയ ഭാഗത്ത് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ ജെന്റിലായിട്ട് നമുക്ക് ആ ഒരു അഴുക്ക് പറ്റിയിട്ടുള്ള ഭാഗത്തും ആ വെള്ള കളറിലുള്ള ഭാഗത്തും ഒക്കെ ഇങ്ങനെയൊന്ന് തേച്ച് കൊടുക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ നല്ല തിളക്കത്തോടെ തന്നെ നമ്മുടെ ഷൂസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ ആ പേസ്റ്റ് എല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ നല്ല തിളക്കത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഷൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കുമല്ലോ. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ഷൂ ലേസിൻ്റെ ഒരു ടിപ്പാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂ ലേസിൻ്റെ ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, ചില സമയത്തൊക്കെ അത് അടർന്നു പോയിട്ട് പിന്നീട് നമുക്ക് ആ ഹോളിലേക്ക് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഒരു പരിഹാര മാർഗ്ഗമാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ ഒരു അറ്റഭാഗത്ത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇളകി പോയിട്ടുള്ള ആ ഒരു ഭാഗം നല്ലതുപോലെ ഇരിക്കുകയും നമുക്ക് ഹോളിലേക്കൊക്കെ ആ ഒരു ഷൂ ലേസ് കയറ്റാൻ ഈസിയായിട്ട് പറ്റുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും.
ചിലരെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ആ ഷൂ ലേസ് കളഞ്ഞിട്ട് പുതിയത് വാങ്ങാറാണ് പതിവ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ഇനി അത്തരത്തിലുള്ള ഷൂ ലേസുകളൊന്നും തന്നെ കളയേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. ഒട്ടുമിക്ക വീട്ടിലെയും രാവിലത്തെ വലിയൊരു തലവേദനയാണ് സോക്സിൻ്റെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വളരെ തിരക്കിട്ട് ജോലി ചെയ്യുന്ന ടൈമിലായിരിക്കും നമ്മുടെ മക്കളോ ഭർത്താവോ ഒക്കെ സോക്സിൻ്റെ പേര് അന്വേഷിച്ച് നമ്മളെ വിളിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോക്സിൻ്റെ പേര് കണ്ടുപിടിക്കാൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടുകയില്ല. ഞാനൊരു 4-5 രീതിയിൽ സോക്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്ന മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ മെത്തേഡ് വന്നിട്ട് ഒരു സോക്സിന് മുകളിൽ മറ്റൊരു സോക്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം മുകളിലുള്ള സോക്സിൻ്റെ ഭാഗം അകത്തേക്ക് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം താഴേന്ന് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ മുകൾ ഭാഗത്ത് എത്തുന്ന ടൈമിൽ മുകൾ ഭാഗത്ത് ആ ഒരു ഭാഗമുണ്ടല്ലോ അതിങ്ങനെ അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ 2 സോക്സും അതിനുള്ളിൽ നല്ല സേഫായിട്ട് തന്നെ ഇരുന്നു കൊള്ളും. ഈ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലമാരയിൽ നമുക്ക് സ്ഥലം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ട്രാവലൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ ബാഗിനുള്ളിലും നമുക്ക് സ്ഥലം നല്ലതുപോലെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇങ്ങനെ ഒന്ന് കൈ ഉപയോഗിച്ചൊക്കെ ഇങ്ങനെ ഒന്ന് നമുക്കുള്ള ഇഷ്ടാനുസരണം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പൊക്കെ വരുത്തി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ സോക്സിൻ്റെ പേര് നമുക്ക് എങ്ങും പോകുകയില്ലെന്ന് മാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അടുത്ത മെത്തേഡ് വന്നിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മെത്തേഡാണ്. ഈ രീതിയിലാവാം ഒട്ടുമിക്ക വീടുകളിലും എല്ലാവരും തന്നെ സോക്സ് സൂക്ഷിക്കുന്നത്. ഒരു സോക്സിന് മുകളിൽ മറ്റൊരു സോക്സ് വെക്കുക, എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മുടെ സോക്സിൻ്റെ പേര് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പല്ലേ. ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് ഒരു ക്രോസ് രീതിയിൽ നമ്മുടെ സോക്സ് ഫോൾഡ് ചെയ്ത് വെക്കുന്നൊരു രീതിയാണ്. അതിനായിട്ട് ഒരു സോക്സിൻ്റെ ഇതുപോലെ വെച്ചതിന് ശേഷം അതിന് മുകളിൽ മറ്റൊരു സോക്സ് ഒരു ക്രോസ് ഷേപ്പിൽ വെക്കുക. അതിനുശേഷം ഈ ഒരു താഴ്ഭാഗത്ത് നിന്ന് ആ ഒരു സോക്സിൻ്റെ ഭാഗം എടുത്തിട്ട് നമ്മൾ ക്രോസ് ചെയ്ത് വെച്ച് സോക്സിന് മുകളിലേക്ക് വെച്ച് അതിൻ്റെ എഡ്ജ് ഭാഗം അകത്തേക്ക് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ജസ്റ്റ് ഓപ്പോസിറ്റിലുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ അതുകൂടി ഈ ഒരു ഭാഗമല്ല, നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണണം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റേ സോക്സും സെയിം രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് അതിൻ്റെ എഡ്ജ് ഭാഗവും അകത്തേക്ക് ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെക്കുക. അതിനുശേഷം മറ്റേ ഭാഗവും നമ്മൾ ക്രോസായ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതിനുശേഷം ആ ഭാഗം ഇങ്ങനെ അകത്തേക്കൊന്ന് കയറ്റി വെക്കുകയാണെങ്കിൽ ഒരു പൗച്ച് പോലൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സ് പോലൊക്കെ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ സോക്സ് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു റാക്കറ്റിൽ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോക്സിൻ്റെ പെയർ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അത് എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ കാണിച്ച ടിപ്പുകളൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്രദമായിട്ടെന്നുമാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.